2007 ഏപ്രിൽ 18 ഓസ്ട്രേലിയയുടെ തീരത്ത് കാസ് 2 എന്ന ഒരു കാറ്റമരൻ ലക്ഷ്യമില്ലാതെ ഒഴുകിനടക്കുന്നത് കണ്ടു. അധികാരികൾ കപ്പലിൽ കയറിയപ്പോൾ അത് അവരെ ആശയക്കുഴപ്പത്തിലാക്കി. ബോട്ട് പൂർണ്ണമായും കേടുകൂടാതെയിരിക്കുന്നു, ഭക്ഷണം ഇപ്പോഴും മേശപ്പുറത്തുണ്ട്, എഞ്ചിൻ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിലെ ആളുകളോ ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷമായി. കാസ് 2 3 ദിവസം മുമ്പ് ക്വീൻസ്ലാൻഡിലെ എയർലി ബീച്ചിൽ നിന്ന് കപ്പൽ യാത്ര തിരിച്ചിരുന്നു. കപ്പലിൽ 3 പരിചയസമ്പന്നരായ നാവികർ ഉണ്ടായിരുന്നു. ഡെറക് ബാറ്റൺ, സഹോദരന്മാരായ പീറ്റർ, ജെയിംസ് ടൺസ്റ്റഡ്. അവർ ടൗൺസ്വില്ലേക്ക് പോവുകയായിരുന്നു, പക്ഷേ അവർ ഒരിക്കലും അവിടെ എത്തിയില്ല. ഒരു രക്ഷാസംഘം ഒഴുകിനടക്കുന്ന യാച്ചിൽ കയറിയപ്പോൾ അവർ കണ്ടെത്തിയത് വിചിത്രമായിരുന്നു. പോരാട്ടത്തിന്റെ ഒരു ലക്ഷണവുമില്ല, എല്ലാം സാധാരണമാണെന്ന് തോന്നി. ഭക്ഷണത്തിനായി മേശ സജ്ജീകരിച്ചിരുന്നു. ഒരു ലാപ്ടോപ്പ് തുറന്നിരുന്നു, ലൈഫ് ജാക്കറ്റുകൾ പോലും സ്പർശിക്കപ്പെടാതെ കിടന്നു. ഒരേയൊരു വിചിത്രമായ വിശദാംശം, ബോട്ടിന്റെ ഒരു സെയിലിന് നേരിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. മത്സ്യബന്ധന ലൈനുകൾ ഇപ്പോഴും വെള്ളത്തിലായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചിരിക്കാം? ഒരു സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് ഒരു അസാധാരണ തിരമാല അവരിൽ ഒരാളെ കടലിൽ ഇടിച്ചു വീഴ്ത്തി എന്നാണ്. മറ്റുള്ളവർ അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാവരും ഒഴുകിപ്പോയി. പക്ഷേ എന്തുകൊണ്ടാണ് അവർ ആദ്യം ലൈഫ് ജാക്കറ്റുകൾ കൈക്കലാക്കാത്തത്? മറ്റുള്ളവർ വിശ്വസിക്കുന്നത് ബോട്ടിന്റെ കുടുങ്ങിയ മത്സ്യബന്ധന ലൈനുകൾ ഉൾപ്പെട്ട ഒരു അപകടമായിരിക്കാം എന്നാണ്. ഒരുപക്ഷേ അവരിൽ ഒരാൾ പിടിക്കപ്പെടുകയും വെള്ളത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്തിരിക്കാം. ഒരുപക്ഷേ കടൽക്കൊള്ളക്കാർ ഉൾപ്പെട്ടിരിക്കാം. പക്ഷേ അക്രമത്തിന്റെയോ പോരാട്ടത്തിന്റെയോ തെളിവുകളൊന്നുമില്ല. ഇന്നുവരെ കാസ് 2ന്റെ നിഗൂഢത പരിഹരിക്കപ്പെട്ടിട്ടില്ല. അനന്തമായ കടലിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു പ്രേതക്കപ്പൽ അവശേഷിപ്പിച്ചുകൊണ്ട് 3 പേർ ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷരായി. അവർക്ക് എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നു?